സാഹിത്യലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാ വിലാസക്കാരൻ VKN എഴുത്തിനൊപ്പം തന്റെ കുടുംബത്തെയും സ്നേഹത്തിലും നർമ്മത്തിലും പൊതിഞ്ഞാണ് കാത്തുസൂക്ഷിച്ചത്. തിരുവില്ലാമല എന്ന തെളിമയേറിയ ഗ്രാമവും ആ സാഹിത്യകേസരിക്ക് അക്ഷരങ്ങളിലേക്കുള്ള മഷിയായി വർദ്ധിച്ചു. 2 പതിറ്റാണ്ടിനിപ്പുറവും VKN ജീവിച്ചിരിക്കുകയാണ് ഈ ഗ്രാമത്തിൽ, ആ ഉമ്മറക്കോലായി. അച്ഛൻ രാവിലെ എണീറ്റ് ഒരു 7-7:30 കൂടിയാണ് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. ഇഡ്ഡലി ആയിരുന്നു ഫേവറേറ്റ്. അത് 2 എണ്ണം മുളക് ചമ്മന്തി കൂട്ടി, 2 എണ്ണം പൊടി കൂട്ടി, 2 എണ്ണം ചട്നി കൂട്ടി അങ്ങനെയൊക്കെ കഴിക്കും. അസാധ്യമായിട്ട് കഴിച്ചു, അനന്തമായ ഇഡ്ഡലികൾ കഴിച്ചു, അങ്ങനെയൊക്കെ പറയുമായിരുന്നു അച്ഛൻ. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അച്ഛൻ കുറേ നേരം മുൻവശത്ത് ഇരിക്കും. രാവിലെ വന്ന പത്രമൊക്കെ നോക്കി കുറേ നേരം ഇരിക്കും. പിന്നെ അച്ഛൻ ചില സമയത്ത് അങ്ങനെ തന്നെ എഴുതാനിരിക്കുമായിരുന്നു. ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് എണീച്ചിട്ട് എഴുതാനിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിലൊക്കെ എഴുതാനിരിക്കാറുണ്ട്. വടക്കേക്കൂട്ടാല വീടിൻ്റെ ഉമ്മറക്കോലായിൽ നീളമേറിയ പൂമുഖത്തേക്ക് നോക്കിയിരുന്നാണ് VKN തൻ്റെ സാഹിത്യലോകം പടുത്തുയർത്തിയത്. പ്രിയസഖി വേദവതിയും ഓമനമക്കൾ രഞ്ജിതയും ബാലചന്ദ്രനും സാഹിത്യലോകത്തിനപ്പുറം VKNൻ്റെ മറ്റൊരു ലോകം. VKNനൊപ്പം ഭാര്യയും മകനും പടിയിറങ്ങി. ഇന്ന് വടക്കേക്കൂട്ടാല വീട്ടിൽ അവശേഷിക്കുന്നത് മകൾ രഞ്ജിതയും സഹോദരപത്നി രമയും മാത്രം. അച്ഛൻ വളരെ നല്ല ഒരു ഫ്രണ്ടിനെ പോലെയുള്ള ഒരു അച്ഛനായിരുന്നു. എന്തും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാം, അങ്ങനെയായിരുന്നു. പഠിത്ത കാര്യത്തിലും ഒക്കെ അച്ഛൻ ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ തരുമായിരുന്നു. ന്യൂസ് പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ ഞാൻ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മാർക്ക് ചെയ്ത് തരുമായിരുന്നു ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സ്നേഹസമ്പന്നനായ ഒരു അച്ഛനായിരുന്നു. വീട്ടിലും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെ അച്ഛൻ ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയിലാണ് ഞങ്ങൾ. ഇപ്പോഴും കൂടെ ഉള്ള പോലെ തോന്നും. ഇപ്പോൾ ഈ വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തപ്പോൾ അച്ഛനിങ്ങനെ മുൻവശത്തിരുന്നിട്ട് എന്തായാലും ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അച്ഛൻ്റെ രചനകൾ മക്കൾക്ക് പാഠപുസ്തകങ്ങളായിരുന്നു. അച്ഛൻ്റെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നിലനിൽപ്പീയം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്, ഹംസം, വിവാഹപ്പിറ്റേന്ന്, അങ്ങനെയുള്ളതൊക്കെ, കനകമ്മകൽക്കത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റീവായി തോന്നുന്നത്. പിന്നെ ചിലതൊക്കെ ഒത്തിരി മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണല്ലോ. പിതാമഹനാണ് ഏറ്റവും നോവലുകളിൽ ഫേമസ്. VKN ഇന്നും ജീവിച്ചിരിക്കുകയാണ് വടക്കേക്കൂട്ടാല വീട്ടിൽ, തിരുവില്ലാമല എന്ന VKNൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ. ആ കണ്ണടയിലും കൈപ്പടയിലും പേനാക്കൂട്ടങ്ങളിലുമെല്ലാം VKNൻ്റെ ജീവൻ ഇന്നുമുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പയ്യന്, എഴുത്തിൻ്റെ പിതാമഹന് ആദരപൂർവ്വം പ്രണാമം. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.